So hello guys, you're watching edworld and this is Edwin here. നമ്മുടെ വീടുകളിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ബാറ്ററീസ്. AA ബാറ്ററീസ് ഉണ്ട്, AAA ബാറ്ററീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബാറ്ററീസ് നമ്മൾ പ്രോപ്പറായിട്ടാണോ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെ നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയപ്പോൾ തന്നെയാണ് ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോഴും നിങ്ങൾക്കും അത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്ക് ബാറ്ററീസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ അതിനെ പരിപാലിക്കാം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ബാറ്ററി ലൈഫ് റീറ്റെയിൻ ചെയ്യാം, അതായത് നല്ലൊരു ബാറ്ററി ലൈഫ് എങ്ങനെ നമുക്കൊരു ബാറ്ററിയിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ആലോചിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ബാറ്ററി ഒരു ക്ലോക്കിൽ ഇട്ടെന്ന് വിചാരിക്കുക. ഒരു AA ബാറ്ററി നമ്മുടെ ക്ലോക്കിൽ യൂസ് ചെയ്യുക. ആ ബാറ്ററി പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് വേറൊരു ക്ലോക്കിൽ ഇട്ട് കഴിഞ്ഞാലും അവിടെ ബാറ്ററിയുടെ യൂസ് ഇംപ്രോപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് കുറയുകയും ചെയ്യും. അതുകൂടാതെ അത് ക്ലോക്കിനെ അഫക്റ്റ് ചെയ്യാൻ തന്നെ ചാൻസ് ഉണ്ട്. നമ്മുടെ ക്ലോക്കിനൊക്കെ ഒരു കംപ്ലൈൻറ്റ് വരാൻ തന്നെ കാരണം ഇങ്ങനെയുള്ള ബാറ്ററി ചേഞ്ചസ് ആണ്. അതിപ്പം ക്ലോക്കിൽ മാത്രമല്ല, നമ്മുടെ റിമോട്ടിലാണെങ്കിലും അതുപോലെ നമ്മൾ AA ബാറ്ററി അല്ലെങ്കിൽ AAA ബാറ്ററി യൂസ് ചെയ്യുന്ന പല ഡിവൈസസിലും ഈ സെയിം സംഭവം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ലൈഫ് ബാറ്ററീസിൽ നമ്മൾ ഫസ്റ്റ് ഓർക്കേണ്ടത് ഇതാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററിക്കകത്ത് ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോഴാണ്. അതായത് നമ്മളിപ്പം ഒരു ചൂട്, അതായത് ഇപ്പം നോർമൽ റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഒരു എക്സ്ട്രീം ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ സംഭവം അനുഭവപ്പെടാവുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫോൺ ബാറ്ററീസ് മാക്സിമം ചൂടാവും. നമ്മളൊരു PUBG അങ്ങനത്തെ ഇതിൽ ഹെവി ഗെയിം കളിച്ച് കഴിയുമ്പോഴത്തേക്കും ബാറ്ററീസ് ചൂടാവും. അപ്പോൾ നമ്മൾ പല ടെക് ബ്ലോഗേഴ്സും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് ഈ സെയിം സംഭവം. നമ്മൾ ഫോൺ ഓവർ ഹീറ്റ് ആവുകയോ അല്ലെങ്കിൽ ബാറ്ററി ചൂടാവുന്ന കേസ് വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിലേക്ക് കയറ്റി വയ്ക്കുമ്പോഴത്തേക്കും അത് ബാറ്ററി ലൈഫിന് നല്ലോണം അഫക്റ്റ് ചെയ്യും. അതായത് ഒരു ബാറ്ററിക്ക് അതിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് എക്സ്ട്രീമായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രശ്നങ്ങൾ അതിനനുസരിച്ചായിരിക്കും. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ് ഓഫ് ബാറ്ററീസ്. പ്ലേസ്മെന്റ് ഓഫ് ബാറ്ററീസ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ടെർമിനൽസ് നമുക്ക് നല്ലോണം കീപ്പ് ചെയ്യാൻ അറിയാം. പക്ഷേ നമ്മൾ കുട്ടികളുടെ കയ്യിൽ, അതായത് ഇപ്പം ഞാനൊരു കുട്ടിയാണ്, പക്ഷേ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ചെറിയ കുട്ടികളൊക്കെ ടോയ് കാസിലൊക്കെ ഒരു 3 ബാറ്ററീസ് ആയിരിക്കും പ്ലേസ് ചെയ്യേണ്ടത്. അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് മാറിപ്പോവും. അതും ബാറ്ററീസിൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ചുമ്മാതാണെങ്കിൽ പോലും ഒരു ബാറ്ററിക്കകത്തുനിന്ന് ടെർമിനലിൽ മാറ്റി കുത്തിക്കഴിഞ്ഞാൽ തന്നെ അത് ബാറ്ററിനെ അഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പം ഒന്നിൽ കൂടുതൽ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇഷ്യൂ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുവാണ്. അതായത് നമ്മൾ ഒരു ബാറ്ററി തന്നെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ അത് സീനില്ല. പക്ഷേ 2 ബാറ്ററീസ് നമ്മൾ ഒരേ ഡിവൈസിൽ ടെർമിനൽസ് മാറ്റി കുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നതാണ്. അടുത്ത പോയിന്റ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇച്ചിരി ക്യൂരിയസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു തമാശ അടിച്ചിരിക്കുമായിരിക്കും. അതായത് റിമൂവൽ ഓഫ് ബാറ്ററീസ്. റിമൂവൽ ഓഫ് ബാറ്ററീസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും നമുക്ക് ചുമ്മാ ബാറ്ററി എടുത്തിട്ട് കളഞ്ഞാൽ പോരെ. എന്നാൽ അതല്ല. ഇതിനകത്ത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും, അതായത് അതിൻ്റെ അകത്ത് മെറ്റൽ പോയിന്റ് ഇല്ല, അതായത് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കിനും ബാറ്ററീസിന് ടെർമിനലിൽ മുട്ടിയിരിക്കുന്ന മെറ്റൽ പോയിന്റ്സ് നമ്മൾ തൂക്കണം. അവിടെ ചിലപ്പം അതിൻ്റെ കെമിക്കൽ കോമ്പൗണ്ട്സ് അവിടെ പറ്റി പിടിച്ചിരിക്കാൻ ചിലപ്പോൾ ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചില ബാറ്ററീസിൽ കേട്ടോ. ചില ലീക്ക് പ്രൂഫാണ്, പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല. ലീക്ക് പ്രൂഫായ ബാറ്ററീസ് പോലും ചില സമയത്ത് ലീക്ക് ചെയ്യുന്ന കേസസ് ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ടെർമിനൽസ് ക്ലീൻ ചെയ്യാൻ നോക്കുക. അത് പറയുമ്പോഴത്തേന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ലീൻ ചെയ്യുന്നത് കൈകൊണ്ടാവരുത്, ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ടോ, ടിഷ്യൂ പേപ്പർ കൊണ്ടോ ക്ലീൻ ചെയ്യുക. നമ്മുടെ കൈകളിൽ അത് ഹാംഫുൾ ആയിരിക്കും. ടോക്സിക് കണ്ടന്റ് തന്നെയാണ് ബാറ്ററീസിനകത്തുള്ള കോമ്പോണൻസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ റിമൂവൽ ഓഫ് ബാറ്ററീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാറ്ററീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ കൊണ്ട് കളയണം, അതായത് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബാറ്ററീസ് നമ്മുടെ രാജ്യത്തിൽ നല്ലോണം കെയർ ചെയ്യുന്നില്ല. ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് പലർക്കും അറിയത്തില്ല. അപ്പോൾ ബാറ്ററീസിൻ്റെ കാര്യം പറയണ്ട. ബാറ്ററീസും അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ്സും ഒക്കെ നമ്മുടെ പ്രകൃതിക്ക് നല്ലോണം ഹാംഫുൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ബാറ്ററീസ് എങ്ങനെ പ്രോപ്പർ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പം പല വഴികളുണ്ട്. പക്ഷേ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വഴിയും ഇപ്പോൾ കറണ്ട് ഇല്ല എന്നാണ് നമുക്ക് പറയേണ്ടത് ഈ രാജ്യത്ത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ നമുക്കിപ്പോൾ പറയുവാണെങ്കിൽ ബാറ്ററി ആസ് എ ഹോൾ, അതായത് ഇപ്പോൾ ഒരു ബാറ്ററി മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അത് റീസൈക്കിളബിൾ അല്ല. പക്ഷേ ആ ബാറ്ററിക്കകത്തുള്ള കോമ്പോണൻസ് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് അതിനെപ്പറ്റിയുള്ളൊരു റെമഡിയാണ് സ്ക്രാപ്പ് വർക്കേഴ്സും അങ്ങനെയുള്ള പലരും, അതായത് ഇ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു സ്ട്രീം തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ എന്തൊരു പോയിന്റ് ആഡ് ചെയ്താണ്. നമുക്ക് അങ്ങനെ ഒരു വഴിയില്ല. പക്ഷേ നമ്മൾ കെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബാറ്ററി ഒരു സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുവാണെങ്കിൽ അവിടെ തന്നെ ബാക്കിയുള്ള ബാറ്ററീസും ഡിസ്പോസ് ചെയ്യുക. അല്ലാതെ പല സ്ഥലങ്ങളിൽ ബാറ്ററി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്ഥലം നമുക്ക് പോയി കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് അത്രയും സ്ഥലത്ത് നമുക്ക് വേറെ ചെടിയോ അങ്ങനെ ഒന്നും നടാൻ പറ്റത്തില്ല. അത്രയും സ്ഥലത്ത് മണ്ണാണ് അഴുക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പോയിന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു റെമഡി ഇല്ലെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇപ്പോഴത്തെ സയന്റിസ്റ്റും അതുപോലെ തന്നെ R&D ഉദ്യോഗസ്ഥർക്കും ഒരു തിരിച്ചടിയാണ്. കാരണം അവർ ഇതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട്. ബട്ട് അവർക്കൊരു പ്രോപ്പർ ഒരു വഴി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ ശ്രദ്ധിച്ചല്ലോ,
ഈ ഒരു ബാറ്ററിക്ക് ചെറിയ പ്രത്യേകതയുണ്ട്. അതായത് ഡിസ്പോസൽ ഓഫ് ബാറ്ററീസ് കുറയ്ക്കാൻ പറ്റിയ ഒരു ബാറ്ററിയാണ് ഇത്, റീചാർജബിൾ ബാറ്ററീസ്. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 80 to 100 റുപ്പീസാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ബാറ്ററി തന്നെ നമുക്കൊരു 1000 ടൈംസ് റീചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 1000 ബാറ്ററി യൂസ് ചെയ്യുന്നതിന് തുല്യമാണ് ഒരു ബാറ്ററി യൂസ് ചെയ്യുന്നത്. ഇതൊരു ലോക്കൽ കമ്പനിയുടെ റീചാർജബിൾ ബാറ്ററിയാണ്. പക്ഷേ ഇത് നല്ലൊരു കമ്പനിയായ ഡ്യൂറാസെല്ലിൻ്റെ പെയ്ഡ് പ്രൊമോഷൻ അല്ല, ബട്ട് ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാറ്ററി ഒരു 1000 ടൈംസ് റീചാർജ് ചെയ്യാനാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററി ഇവർ അവകാശപ്പെടുന്നതും തൗസൻഡ്സ് ഓഫ് ടൈംസ് നമുക്ക് റീചാർജ് ചെയ്യാനാണ്. ബട്ട് നമുക്കറിയത്തില്ല ഇത് എത്ര തവണ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് ഫോർ ഷുവർ ഇത് റീചാർജബിൾ ആണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോഴും യൂസ് ചെയ്യുവാണ്. ഈ ഒരു ബാറ്ററി നമ്മൾ ഒരു ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരു തവണ പേ ചെയ്താൽ മതി, പിന്നെ അങ്ങോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. അതായത് നമുക്ക് ഒരു സോക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മൊത്തം യൂസ് ചെയ്യാൻ കരുതുക. നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി യൂസ് ചെയ്യാം. ഫോണിനകത്തുള്ള റീചാർജബിൾ ബാറ്ററീസിന് കൺസിഡർ ചെയ്താൽ മതി. നമ്മുടെ ക്ലോക്കിൽ പിന്നെ ഒരു ബാറ്ററി മേടിക്കാൻ നിങ്ങൾ പുറത്ത് പോകേണ്ട ആവശ്യം വരത്തില്ല. വീട്ടിലുള്ള ഒരു ബാറ്ററി തന്നെ പിന്നെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അത് നല്ല ബെസ്റ്റ് റെമഡിയാണ്. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വരത്തില്ല. ഒരു റീചാർജബിൾ ബാറ്ററി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു സാധാ ബാറ്ററി യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നേരം നിങ്ങൾക്ക് ഈ സംഭവം യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ടിപ്പാണ് കൺവേ ചെയ്തത്. എങ്ങനെ ഒരു ബാറ്ററി നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു ബാറ്ററി നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഡ്യൂറാസെല്ലിൻ്റെ വെബ്സൈറ്റിൽ ഇതിനെപ്പറ്റി 4 ആർട്ടിക്കിളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 4 ആർട്ടിക്കിൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒരു കടലിൻ്റെ ടോപ്പിൽ കൂടെ മാത്രമേ പോയിട്ടുള്ളൂ. അതിൻ്റെ ഡീപ്പ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ബട്ട് അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾസ് വായിച്ചു കഴിഞ്ഞാൽ റെഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ ഈ ആർട്ടിക്കിൾ വായിക്കാൻ പറയുകയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ടും കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ദിസ് ഇസ് LMNTRY.